നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും മർക്കസിന്റെ 1000 സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യ സെഷൻ പതാക ഉയർത്തലോടുകൂടി നമ്മുടെ മർക്കസിന്റെ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും വളരെ അച്ചടക്കത്തോടുകൂടി ലൈനപ്പായി ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും ഇതിനെ ശ്രമിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും പ്രൗഢോജ്വലമായ മർക്കസിന്റെ സ്വാതന്ത്ര്യദിന പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മർക്കസിന്റെ ഈ ഒരു ചടങ്ങിന്റെ ഔദ്യോഗികമായ ആദ്യ കർത്തവ്യം പതാക ഉയർത്തലാണ്. Down. India is my country. My brothers and sisters. I love my country. And I am proud of its rich and very heritage. Worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. I pledge my devotion in their well-being and prosperity, along as my happiness. Jai Hind. अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधितरंगा. तव शुभ नामे जागे, तव शुभ आशीष मागे. गाहे तव जय गादा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കൊന്നും ഈ പ്രോഗ്രാമിന്റെ അടുത്ത ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കണമെന്ന് അറിയിക്കുന്നു. بسم الله الرحمن
الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പൊരുതി നേടിയ സ്വാതന്ത്ര്യം അതിൻ്റെ 75 വർഷമെത്തുന്ന ആവേശത്തിലാണ് നാം എല്ലാവരും. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് മോചനം ലഭിച്ചതിന് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വീര യോദ്ധാക്കളെ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിജി, നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഇന്ത്യൻ ജനതയെ ഉത്ബോധിപ്പിച്ച, ഇന്ത്യൻ ജനതയെ ആവശ്യം കൊള്ളിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒട്ടേറെ ആധുനികരായ നേതാക്കൾ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുന്ന നിമിഷം. 1947 നിന്നും 2022 ഇന്ത്യ ഏറെ വളർന്നിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. എന്നാൽ ഇന്നും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെക്കുന്നു. ഓരോ സ്വാതന്ത്ര്യം കടന്നു പോകുമ്പോഴും നാം നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നു എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും നാം ഭാരതത്തോടുള്ള സ്നേഹവും ഗൗരവവും കാണിക്കേണ്ടതുണ്ട്. ഭാരതത്തിന്റെ ഐശ്വര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിസ്വാർത്ഥ മനസ്സോട് ഒത്തൊരുമിച്ച് നമുക്ക് പോരാടാം. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. മർക്കസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുഖ്യ രക്ഷാധികാരിയും ചെയർമാനുമായ നമ്മുടെ എല്ലാമായ ആദരണീയനായ ഉപ്പാപ്പ അവർകളെ ആദ്യമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ അവർകളാണ്. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ടീച്ചറെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നാം ഭാഗ്യമുള്ള തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുഹറ കൊട്ടാരത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമ്മാന വിതരണത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അസീന സേനുദ്ദീനാണ്. അവരെ ഇന്ന് അവർക്കാണ് സാറിനെയും സഭയെയും സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് നമ്മെ ധന്യരാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ അബ്ദുൾ റഷീദ് ബാബു, മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മദ്രസ വിഭാഗം നേതാവ്. ബഹുമാനപ്പെട്ട സദർ ഉസ്താദിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ റഷീദ് നമ്മുടെ ഊർജ്ജസ്വലനായ സ്റ്റാഫ് സെക്രട്ടറി സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ സ്റ്റാഫ് ബഹുമാനപ്പെട്ട മുരളി സാർ, അതുപോലെ തന്നെ ഹിസ്റ്ററി വിഭാഗം ഹെഡ് ബഹുമാനപ്പെട്ട റഷീദ് സാർ എന്നിവരെയും ചടങ്ങിലേക്ക്
ഹാർദമായി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ കുട്ടികളും ഒരുമിച്ച് ഒരുങ്ങുകയായിരുന്നു. അതുപോലെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഏതാനും രക്ഷിതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങ് ഭംഗിയാകുന്നത് ഈ വിധത്തിലൊക്കെയാണ്. അതുകൊണ്ട് അവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട നാട്ടുകാർ എല്ലാ നാട്ടുകാരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നാളുകളായി നമ്മോടൊപ്പം സഹകരിക്കുന്ന NCC കേഡറ്റ്സ് റിസ്വാൻ, സൗരവ് എന്നിവരെയും ചടങ്ങിലേക്ക് സ്വാഗതം പ്രകാശിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ചെയർമാൻ ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ ക്ഷണിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷഭാഷണം അലങ്കരിക്കുന്നതിന് വേണ്ടി മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ജയശ്രീ ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാ മാം, അവർക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കറിയാം എല്ലായിടത്തും പരിപാടികളുണ്ട്. അപ്പോൾ തിരക്കിനിടയിലും അവരിവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സുഹ്റാ മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീമതി സുഹ്റാബി കൊട്ടാരത്തവர்களാണ്. വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വാഗതം ചേർന്ന സുഹ്റാബി കൊട്ടാരത്തവകളെ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ജയശ്രീ മാം, നമുക്ക് ഇവിടെ സ്വാഗതം ആശംസിച്ച വിനയൻ സർ, അബ്ദുൽ ബഷീർ, അബൂബക്കർ ബാക്കഫി, അബ്ദുൽ റഷീദ്, മുഹമ്മദ് മുരളീധരൻ, മുഹമ്മദ് റഷീദ്, മുഹമ്മദ് ഷിബിലി, ഇവിടെ കൂടിയിട്ടുള്ള നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യരാണ്. എത്ര സന്തോഷമുള്ള ഒരു സുദിനായി തീർന്നല്ലോ. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഇന്ന് ഇവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് മാഡം പറഞ്ഞു എന്നോട്. എക്സാം നല്ല മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ പഠനത്തിലും കായിക കാര്യങ്ങളിലും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്കൂളുകളാവുമ്പോൾ നമ്മൾ അത്ര അങ്ങോട്ട് ചിന്തിക്കില്ല. വന്ന് കണ്ട് ആ സ്കൂളിനെ പറ്റിയൊക്കെ അറിയുമ്പോഴാണ് ഓരോ സ്കൂളിന്റെയും പ്രത്യേകത എന്താ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സ്കൂൾ ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ച് ഒരു സ്കൂൾ വലിയ സ്കൂളാവില്ല. എല്ലാ കാര്യങ്ങളിലും വേണം. ഈ A+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് ഉയർന്നു പഠിക്കാൻ കഴിയും, പഠനത്തിൽ വളരെയധികം മുന്നിൽ പോകും ആ കുട്ടി എന്ന് നമുക്കുള്ള ഒരു ധാരണ മാത്രമാണ്. പക്ഷെ അതിന്റെ കൂടെ മര്യാദകളും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂടെ നമുക്ക് പഠിഞ്ഞിരിക്കേണ്ടതായുണ്ട്. നമ്മളൊരു സ്കൂളിൽ ചെന്ന കലാപരിപാടിയിലും കായിക കാര്യങ്ങളിലൊന്നും ഇല്ലാതെ വെറും ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായാൽ ആ കുട്ടിയെ ആരും അറിയത്തില്ല. അതേസമയം കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആരോട് ആ കുട്ടിയുടെ പേര് ചോദിച്ചാലും ആ ഉന്ന കുട്ടി എന്ന ആ ഒരു പ്രത്യേകത എല്ലാവരിലും നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും നല്ല ചുണക്കുട്ടികളായി എല്ലാ നല്ല പഠനത്തിലും മറ്റ് കലാപരിപാടികളിലും എല്ലാത്തിലും മുന്നിട്ട് നിൽക്കണം എന്ന്
എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. മിഡ് ടേം പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന സെഷനാണ്. കഴിഞ്ഞ മിഡ് ടേം പരീക്ഷയിൽ ക്ലാസ്സിൽ ടോപ്പേഴ്സായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ LP ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുഹമ്മദ് ഹാഫിൽ പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തിച്ചേരാം. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഹസീന സേനകൻ അവരുകളാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹസീന സേനകൻ അവരുകളെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന പ്രകാരം വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റിൽ എത്തി സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ലാസ് ടീച്ചർ ശ്രദ്ധിക്കുക. ആദ്യം 1ാം ക്ലാസ്സിൽ നിന്ന് മുഹമ്മദ് ഹാഫിൽ, ഫാത്തിമ, ഹസ്നി ഈ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മക്കള് സമ്മാനം വാങ്ങുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. ശേഷം മുഹമ്മദ് ഹാഫിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 2ാം ക്ലാസ്സിൽ നിന്നും മുഹമ്മദ് നാബിർ, 2ാം ക്ലാസ്സിൽ നിന്ന് മുഹമ്മദ് നാബിർ കഴിഞ്ഞ മിഡ് ടേം പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി അസ്ലി ഫാസ്. 4ാം ക്ലാസ്സിൽ നിന്ന് വസീം മുഹമ്മദ്, 4ാം ക്ലാസ്സിൽ നിന്ന് വസീം മുഹമ്മദ്, ആയിഷ ലുബാന, ഫാത്തിമ സന. കുട്ടികൾ വേഗം വേദിയിലെത്തി മർക്കസിൽ നല്ലൊരു ചടങ്ങിൽ നമ്മുടെ മക്കൾക്കുള്ള സ്നേഹോപഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സെക്ഷനിൽ നിന്ന് ടോപ്പേഴ്സായി എത്തിച്ചേർന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിൽ നിന്ന് ഫാത്തിമ റിയ AP, 6ാം ക്ലാസ്സിൽ നിന്ന് റിയ AP. 8ാം ക്ലാസ്സിൽ നിന്ന് അംനാശ്വരി. ഹൈസ്കൂൾ വിഭാഗം കഴിഞ്ഞ മിഡ് ഡേ പരീക്ഷയിൽ ഏറ്റുവാങ്ങുക. 9ാം ക്ലാസ്സിൽ നിന്ന് മിൻഹാസ്. മറ്റു വിദ്യാർത്ഥികൾക്ക് ഇത് പ്രചോദനമാകട്ടെ. 10ാം ക്ലാസ്സിൽ നിന്ന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനെത്തുന്നു ഫസ്ല. പാർലമെന്റ് ഇലക്ഷനിൽ വിജയിച്ച മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത സെഷൻ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി ജയശ്രീ ടീച്ചർ, പ്രിയപ്പെട്ട തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദയായ പ്രസിഡന്റ് സൂറ ബി കൊട്ടാരത്ത്, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഹസീന സൈനുദ്ദീൻ, പ്രിയപ്പെട്ട സദർ ഉസ്താദ് അബൂബക്കർ ബാക്കവി, പ്രിയപ്പെട്ട മർക്കസ് മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, രാജ്യം ഇന്ന് 75ാം സ്വാതന്ത്ര്യ ദിനം ഇവിടെ സമുചിതമായിട്ട് രാജ്യമൊട്ടുക്കും ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരു സുപ്രഭാതത്തിൽ ലഭിച്ചതല്ല. 1600-ൽ AD 1600-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായതോടുകൂടിയാണ് കച്ചവട കമ്പനി എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ വന്നുകൊണ്ട് ക്രമേണയായി രാജ്യത്തിന്റെ ഭരണ
രംഗങ്ങളിലേക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അവർ രാജ്യത്ത് ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും രാജ്യത്തെ അടക്കി ഭരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് രാജ്യത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യത്ത് തുടങ്ങിയത്. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നടന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ 1922 ചമ്പാരൻ സത്യാഗ്രഹവും ഉപ്പു സത്യാഗ്രഹവും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെന്റും അങ്ങനെ തുടങ്ങി ഒട്ടനവധി സമര പരമ്പരകളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച മഹാത്മാജിയും മോത്തിലാൽ നെഹ്റുവും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ദേശീയ നേതാക്കന്മാരുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളരെ അധികം ത്യാഗോജ്ജലമായ ഒരു നീണ്ട സമരങ്ങളിലൂടെയൊക്കെയാണ് രാജ്യം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെ നമ്മൾക്ക് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. അവരുടെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് നാം എല്ലാവർക്കും അറിയാം. രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുണ്ടായ വിഭജനവും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായ വിഭജനം രാജ്യത്തെ രണ്ട് രാജ്യമായി വെട്ടിമുറിക്കപ്പെട്ടതിലൂടെ ഉണ്ടായ ഒരുപാട് കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷവും എല്ലാമാണ് പിന്നീട് അങ്ങോട്ട് 1947 ശേഷം ഇന്ത്യയിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തുടക്കമായിട്ട് ഉണ്ടായത്. അതിനുശേഷം ഗാന്ധിജി തന്റെ സത്യാഗ്രഹ സമരത്തിലൂടെയും ഗാന്ധിജിയുടെ ഒരുപാട് ത്യാഗോജ്ജലമായ സഹന സമരങ്ങളിലൂടെയും ഒക്കെ രാജ്യത്ത് തുടർന്നു വന്ന ജാതി മത സ്പർദ്ധകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹാത്മജി രാജ്യത്ത് ഒരുപാട് സഹന സമരങ്ങൾ നടത്തി. അങ്ങനെ രാജ്യം 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാജ്യത്തിന് വേണ്ട ഒരു ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന് രാജ്യം റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക മേഖലയിൽ രാജ്യം ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഇന്ത്യ ഒരു മാതൃകാ രാജ്യമായിട്ട് തന്നെ ഇന്ന് വൻ ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള കുട്ടികൾ, പ്രൈസ് കിട്ടാത്ത കുട്ടികൾ നിരാശരാവാതെ അടുത്ത പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കൊണ്ട് അവരെല്ലാവരും നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങിക്കൊണ്ട് അടുത്ത പ്രൈസ് നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള ഓർമ്മ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളുടെ മനസ്സിലും ഉണ്ടാവണം. അങ്ങനെ എല്ലാ കുട്ടികളും പഠന രംഗത്ത് 24-ാം തീയതി ഓണപരീക്ഷ തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.
ഇവിടെ അധ്യാപകരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 76ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പരിപാടികൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വർണ്ണമനോഹരമായ കർണാനന്ദകരമായ നല്ല പരിപാടികൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രസംഗത്തിന് ഒരിക്കലും ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ. എങ്കിലും ഇന്നത്തോടുകൂടെ നമ്മുടെ എല്ലാ വർഷവുമുള്ള ഈ സ്വാതന്ത്ര്യ ചടങ്ങുകളുടെ അവസാനിക്കും. പക്ഷെ സ്വതന്ത്രം അവസാനിക്കുമ്പോഴും നമ്മൾക്ക് പല ഉത്കണ്ഠകളും നമ്മുടെ മനസ്സിലേക്ക് ഏറി വരും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭരണഘടനയും പാർലമെന്റും ജുഡീഷ്യറിയും ഇന്ന് അതിന്റെ അടിക്കല്ലുകൾ ഇളകിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട പാർലമെന്റ് മെമ്പേഴ്സിന് പോലും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ടുള്ള വളരെ സന്തോഷപൂർണമായി നമ്മുടെ രാജ്യം ഈ ഉത്കണ്ഠകൾക്കിടയിലും ആര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതൊരു ഫിനിക്ഷ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നല്ല, ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജുഡീഷ്യറിയും ഇന്ത്യയുടെ പാർലമെന്റും ഇന്ത്യയുടെ നിയമ സംഹിതകളും ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് ലോകത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ആര് എന്ത് അപശബ്ദം ഉയർത്തിയാലും അപസ്വരങ്ങൾ ഉയർത്തിയാലും എന്തൊക്കെ നിയമങ്ങളുടെ പാസാക്കിയാലും അവസാനത്തെ ശ്വാസം വരെ പൊരുതി ജയിച്ച് ഈ നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളായ നെഹ്റുവും ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും വായിയംഗം കുഞ്ഞ മഹദാജിയും ആലി മുസ്ലിയാരും മമ്പുറം തങ്ങളും പിന്നെ തുടങ്ങി ഒരുപാട് ആളുകൾ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് വേണ്ടി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും അവസാനത്തെ ശ്വാസം വരെ നിലനിൽക്കുമെന്ന മഹത്തായ ഒരു ഉറപ്പോടുകൂടെ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ നിലക്കുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഈ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ ടീച്ചർ, ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ മർക്കസിന്റെ വാർഡ് പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വാർഡ് മെമ്പർ, വൈസ് പ്രിൻസിപ്പൽ ബഷീർ സാർ, മുരളി സാർ, നമ്മുടെ സദർ ഉസ്താദ്, മറ്റ് നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന കാരണന്മാര്, ഈ സ്കൂളിൽ ഇത്രയധികം കളർഫുള്ളായ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ഇതിന്റെ ജീവനാഡിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ ഉപ്പാപ്പ അവരുടെ, ഇവിടെ എത്തിച്ചേർന്ന എനിക്കേറെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ടീച്ചേഴ്സ്, ഉസ്താദുമാർ, പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ, നാടൊട്ടുക്കും സ്വാതന്ത്ര്യ ദിന ലഹരിയിലാണ്. നമ്മളെല്ലാം പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസമായിരുന്നു സ്വാതന്ത്ര്യ ദിന ആഘോഷമായി നമ്മൾ കൊണ്ടാടിയിരുന്നത്. ഗവൺമെന്റ് അത് 3 ദിവസത്തേക്ക് മാറ്റി നമ്മുടെ വീടുകളിലൊക്കെ ത്രിവർണ്ണ പതാക പാറിക്കളിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ തന്ന് മാതൃരാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ മുറുകെ പിടിക്കാൻ ആഹ്വാനം തന്നുകൊണ്ടാണ് ഇത്തവണ നമ്മുടെ ഗവൺമെന്റ് നമ്മോട് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുപ്രകാരം തന്നാലാവുന്ന വിധം മർക്കസും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ പരിപാടിയിൽ ഒരുപാട് നേരത്തെ എത്തിച്ചേർന്ന രക്ഷിതാക്കളുണ്ട്,
കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാം. ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തത്തിൽ നിന്നും നമ്മുടെ ഈ മൂവർണ്ണ പതാക, ത്രിവർണ്ണ പതാക പാറിക്കളിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഒരുപാട് മഹാന്മാരിന്ന് മണ്ണോട് മണ്ണായി പോയിട്ടുണ്ട്. അവരെല്ലാം പോരാടിയ മണ്ണാണിത്. ആ ആത്മവീര്യമാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ചടങ്ങിൽ അടുത്ത സെഷൻ നമ്മുടെ സ്കൂൾ പാർലമെന്റ് സ്കൂൾ ലീഡറുടെയും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ വിനയൻ മാഷയെ സാദരം ക്ഷണിക്കുന്നു. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിഫിൻ എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഉത്തരവാദിത്തത്തോടും സത്യസന്ധമായും നിർവഹിക്കുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സിബിലി എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഉത്തരവാദിത്തോടും സത്യസന്ധമായും നിർവഹിക്കുമെന്ന് ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെയും പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഫസ്ലാലു എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഉത്തരവാദിത്തത്തോടും സത്യസന്ധമായും നിർവഹിക്കുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെയും പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷിജാസ് എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഉത്തരവാദിത്തത്തോടും സത്യസന്ധമായും നിറവേറ്റുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെയും പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ആലത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട സലീബ് എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യ ഉത്തരവാദിത്തത്തോടും സത്യസന്ധമായും നിർവഹിക്കുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെയും പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആലത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്സ് എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട റിസാന എന്ന ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഉത്തരവാദിത്തത്തോടും സത്യസന്ധമായും നിർവഹിക്കുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെയും പരിപൂർണമായ നീതിബോധത്തോടെ നിറവേറ്റുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും.
സ്റ്റേജ് ഡാൻസ് വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ about Independence Day. With the high spirits and exuberance, we all have gathered here on this auspicious day to celebrate 75th Independence Day of our country. Passed back on 1947, the India gained its independence from United Kingdom. Before moving forward, I would like to wish you all present here a very happy Independence Day.
ഇന്ത്യ എന്റെ നാട് എന്റെ നാട് എന്റെ നാട് ഭാരതം എന്റെ നാട് എന്റെ നാട് എന്റെ നാട് എന്റെ നാട്
Sing